ഹായ് ഗൈസ്, ഇറ്റ്സ് മീ പ്രണവ്. ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് അടിപൊളി വീഡിയോ ആണ് ഗൈസ്. ഇന്ന് UK മഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുക. ഞാനിപ്പോൾ രാവിലെ ഉറക്കത്തിൽ എണീച്ച് വന്നേ ഉള്ളൂ. ഉറക്കത്തിൽ എണീച്ച് വന്നപ്പോഴത്തേക്കും പുറത്ത് കാണുന്ന ആ കാഴ്ച അടിപൊളിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുക. കേട്ടാ ഗൈസ്, വലിയ സ്നോയാണ്. എൻ്റെ അമ്മോ, ഇന്നലെ രാത്രി ഇത് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വരുമ്പോൾ ഞാനത് കണ്ടായിരുന്നു. പക്ഷേ ഫോണിലൊക്കെ കാണിച്ചത് <2 സെൻറ്റിമീറ്റർ. പക്ഷെ കാണണമെന്നില്ലായിരുന്നു, വലിയ കാഴ്ചയൊന്നും കാണാൻ പറ്റാനുള്ളായിരുന്നു. പക്ഷെ ടൈം എടുത്ത് നിറഞ്ഞങ്ങ് വന്നു. രാവിലെ അപ്പോൾ അടിപൊളി കാഴ്ച. സ്കൂളാണ് ഗൈസ്, ഇവിടെ പ്രൈമറി സ്കൂൾ, സ്റ്റാൻലി ഗ്രോ പ്രൈമറി സ്കൂൾ. ഇത് ഇവിടുത്തെ ഫുട്ബോൾ ഫീൽഡൊക്കെ ഐസായിരിക്കുകയാണ്. ഇതിലൊന്നും കളിക്കാൻ പോലും പറ്റില്ല. നമ്മോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വീണതാണ് കേട്ടോ മഞ്ഞ്. ഈ മഞ്ഞ് വീണ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി കണ്ടീഷൻസ് രണ്ടും മതി. ഒന്ന് മഴ വീഴണം, പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് 0 അല്ലെങ്കിൽ 0 അടിയിൽ ആ ടെമ്പറേച്ചർ റീച്ച് ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് ഇവിടുത്തെ പഴയ ടണലാണ് ഗൈസ്. ഇവിടെ പണ്ട് കൺസ്ട്രക്ട് ചെയ്ത ടണലാണ്. ഇതിലെ എന്തൊക്കെയാണ് പോയിക്കൊണ്ട് വെച്ചത് എനിക്കറിയില്ല കൃത്യമായിട്ടും. ഞാനിവിടെ വന്ന പോലെ കാണുന്നത് ഇതിൻ്റെ പൊക്കത്തൊരു റെയിൽ പാളമുണ്ട്. എല്ലാ സമയത്തും ഓരോ 10-5 മിനിറ്റിലൊക്കെ ട്രെയിൻ പോകണമാണ്. ഇതിൻ്റെ അകത്തേക്ക് കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഇവിടെ തെന്നലുണ്ട്, പിന്നെ സൂക്ഷിച്ചിറങ്ങണം. പെയിൻറ്റിങ് ഒക്കെ കേട്ടോ, ഇഷ്ടമാതിരി പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. കാരണം അതിലെല്ലാവരും പടമൊക്കെ വരച്ച് വെച്ചേക്കുന്നത് എനിക്കറിയില്ല, എന്നാലും കാണാൻ അടിയില്ല. എന്താ ഗൈസ്, ഇവിടെ വണ്ടി എല്ലാം ഐസിൽ പെട്ട് കിടക്കുന്നു. ഇഷ്ടംമാതിരി വണ്ടികളെല്ലാം ഐസിലാണ് ഗൈസ്. ഞാനിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയായെന്ന് നോക്കാം. പാർക്കിലൊക്കെ ആകുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. കാറൊക്കെ ഐസായിരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലേ? ഇഷ്ടംമാതിരി കാർ ഐസിട്ടേക്കുക, അല്ല ഐസായേക്കുക, സോറി. ഇവിടെ എനിക്ക് തോന്നുന്നത് സാൾട്ട് ഇട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു ഗ്രിപ്പുണ്ട്, ചെറിയൊരു ഗ്രിപ്പുണ്ട്, നടക്കാൻ സുഖം. ഈ സൈഡിലെ കാർക്കുമ്പോൾ ഞാൻ തെന്നലുണ്ട് കേട്ടാ. വണ്ടി ഓടി ഉണ്ടോയെന്നറിയില്ല. ഇവിടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് ഗൈസ് ഈ സമയത്ത്. കാരണം എന്താ വെച്ചാൽ തെന്നി എവിടെയെങ്കിലൊക്കെ പോയി മുട്ടാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റെബിലിറ്റി കിട്ടില്ല വണ്ടി ഓടിക്കുമ്പോൾ. ഇവിടെ ഇഷ്ടംമാരെ വേണ്ടി ഐസിൽ കിടക്കുക ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനിയും ഇതുപോലത്തെ അടിപൊളി കാഴ്ചകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ല കേട്ടോ ഗൈസ്. സപ്പോർട്ട് കിട്ടിയാലാണ് നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കാലാണെങ്കിൽ തണുത്തിരിക്കുക ഗൈസ്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഉള്ളിൽ. നടക്കുമ്പോഴത്തേക്ക് എന്താ വേദനയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് നല്ല തണുപ്പായെന്നാണ് തോന്നുന്നു. എൻ്റെ കാലിൻ്റെ അകത്തേക്ക് തണുപ്പ് കയറുന്നുണ്ട്. നല്ല ഈ ഷൂസ് ആണെങ്കിൽ വലിയ സുഖമില്ല തണുപ്പ് നടക്കാൻ. ഇതാണ് ഗൈസ് പാർക്ക്, വിളിക്കണ ക്രോഫ്റ്റ് പാർക്ക് എന്നാണ്. ഇവിടെ ദിവസം ഞാൻ ജോഗിങ്ങിനൊക്കെ വരും കേട്ടോ ഗൈസ്. വേണ്ടാ, ഇത് മറ്റേ ഇതാണ്, എന്താണ് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ എന്താ സംഭവം ഉണ്ട് എനിക്കറിയില്ല കൃത്യമായിട്ട്. ചെടികളുടെ എല്ലാമാണ്. ഞാൻ ഈ വഴിക്കൊന്നും ഓടാറില്ല അങ്ങനെ. മീൻസ് ഈ വഴിക്ക് ഓടാറില്ല, വേറെ വഴിക്ക് ഓടാറുണ്ട്. ഈ വഴിയൊന്നും എനിക്ക് കൃത്യമായിട്ട് പരിചയമില്ല. അവിടെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ പറ്റും ഗൈസ്. ഇന്നാരും ഉണ്ടാവില്ല. ഇന്ന് ഇവിടെ നടക്കാൻ പോലും എനിക്ക് തോന്നാനുള്ള ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇഷ്ടം വരും നടക്കാനും ഓടാനൊക്കെ വരും. ഇന്നവിടെ ആരും ഉണ്ടാവും തോന്നാനുള്ള. എൻ്റെ കാലാണെങ്കിൽ നല്ലപോലെ മരച്ചിരിക്കുക ഗൈസ്, നടക്കാൻ പറ്റണില്ല. എന്തോ ഓരോ സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാലിൻ്റെ വേദന ചെറുതായിട്ട് കൂടുന്നു. നല്ലപോലെ തണുപ്പാണ് കാര്യം. നമുക്ക് ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാം. എനിക്ക് ഈ ഷൂസോടെ ശരിയാവും തോന്നാനുള്ള. മഞ്ഞ് കൂടുകയാണോ എന്നൊരു ഡൗട്ട്. വെയില് കൂടിക്കൊണ്ടിരിക്കുക ഗൈസ്. കണ്ട ഇവിടെ ഒന്നും ഇലകളുണ്ടാവില്ല ഗൈസ്. ഈ മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ ഇവിടെ ഒന്നും ഇല ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുറയുമ്പോഴത്തേക്കും പതിയെ ഇതിലൊക്കെ ഇല ഉണ്ടായി തുടങ്ങും. അതുവരെ ഇവിടെ ഇല പോലും ഉണ്ടാവില്ല. കണ്ട പുല്ലൊക്കെ വെളുത്തിരിക്കുന്നു. ഈ പെയിൻറ്റിങ് കണ്ട ഗൈസ്, അടിപൊളി കേട്ടോ.
കാലാണെങ്കിൽ എടുക്കത്തെ തണുപ്പാണ് ഗൈസ്. നടക്ക് ഫോർവേഡ് അല്ല ഫ്രണ്ടിൽ കാല് ഓരോ സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് എന്തോ പോലെ തോന്നുന്നു. ഞാനാണെങ്കിൽ റെക്കോർഡ് ചെയ്യണത് തന്നെ ഫോണിലാണ്. കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് കൈയാണെങ്കിൽ വിറച്ച് എൻ്റെ കൈ ബ്ലഡൊക്കെ ഐസായി പോവോ. എന്നിവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് -1 -2 ആകണ്ട സംതിങ്. അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്നോ ഉണ്ടായി. ഞാൻ ഇന്നാണെങ്കിൽ ഗൈസ് കാലിൽ ഷോർട്സ് ഇട്ടുകൊണ്ട് വന്നേക്കണേ. ഞാൻ എന്തിനാ ഷോർട്സ് ഇട്ടോണ്ട് വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരു പാൻസ് ഇട്ടുകൊണ്ട് വരായിരുന്നു. പക്ഷെ ഈ കാലിൻ്റെ അടിഭാഗത്ത് അതിൽ തണുപ്പ് തോന്നുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങലെന്ന് എനിക്കറിയാം. കാരണം നല്ല തണുപ്പടിക്കുന്നത് നമ്മൾ അറിയത്തുപോലുമില്ല. നമ്മളാ നീ ഭാഗത്തൊക്കെ തണുപ്പടിക്കുന്നത്. ഞാനാണെങ്കിൽ ഗൈസ് ഞാനൊരു വേറെ ഫോൺ എടുത്തോണ്ട് എപ്പോഴും റെക്കോർഡിങ്ങിന് ഇറങ്ങുക. ആ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് അടിച്ചു പോയി. എന്താണെന്നറിയില്ല, എനിക്കൊന്നും ബാറ്ററി ഇഷ്യൂ തോന്നുന്നു. അത് പെട്ടെന്ന് ഞാൻ പുറത്തിറക്കി. അത് ഏതാണ്ട് 36% ഉണ്ടായിരുന്നു. അതെടുത്ത് പുറത്തിറങ്ങി 2 മിനിറ്റിൽ 0 ആയി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് വേറെ എൻ്റെ ഫോണുണ്ട്, അപ്പോൾ അതെടുത്ത് റെക്കോർഡ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇതാണ് ഗൈസ് ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വലിയ ഐസ് ഇല്ല കേട്ടോ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ പോകാൻ പോണത് ഗൈസ് മറ്റേ ട്രെയിൻ പോണ ആ പാളത്തിൻ്റെ അടിയിൽ കൂടിയാണ്. ഇവിടുത്തെ ബസ് ഉണ്ടോ ഗൈസ്? ഇത് ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇത് എവിടെയാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ പിക്കാഡലി ഗാർഡൻസ് അങ്ങോട്ടുള്ള ബസ്സാണ്. ഇവിടെയാണെങ്കിൽ ഗൈസ് ബസ് എപ്പോഴാണ് വന്നേന്നൊക്കെ അറിയാൻ പറ്റും. കാരണം നമുക്ക് ഫോണിൽ നോക്കി അറിയാൻ പറ്റും. കാരണം ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇവർക്ക് സെപ്പറേറ്റ് ബസ് ലൈൻ ഉണ്ട്. അപ്പോൾ കാറുകൾക്കൊന്നും ഓടിക്കാൻ പറ്റില്ല ആ ലൈനിൽ കൂടെ. അപ്പോൾ ബസ്സുകൾക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ. അപ്പോൾ ഇവരെപ്പോഴാണ് തന്നെയെന്നൊക്കെ നമ്മൾ ഫോണിൽ കണ്ടാൽ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മളിത് ഇപ്പോൾ ലോങ് സൈറ്റ് എത്തിയിരിക്കണം ഗൈസ്. പക്ഷെ പാർക്കിൽ കണ്ടാൽ മഞ്ഞൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഫുൾ ക്ലീനാണ്. ഇവിടെ വണ്ടി കൊടുക്കണമെങ്കിൽ നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ബ്ലാക്ക് ഐസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അത് ഐസ് ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ്. അപ്പോൾ റോഡിൻ്റെ ഈ പേയ്മെൻറ്റിൽ ഈ ബ്ലാക്ക് കളർ സംഭവം നമുക്ക് മേളിൽ കൂടെ സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കും വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും റോഡ് ഭയങ്കര ക്ലിയറാണ്. പക്ഷെ റോഡ് ഒട്ടും ക്ലിയർ അല്ല. വണ്ടി ഓടിക്കുമ്പോൾ തെന്നാൻ ചാൻസ് ഉണ്ട്, സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ വണ്ടി ഓടിക്കണം ഭയങ്കര റിസ്ക്കാണ്. അത് മാത്രമല്ല ഗൈസ് ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല തണുപ്പായിട്ടുണ്ടാകും തോന്നുന്നു. സംസാരിക്കുമ്പോൾ ഭയങ്കര കട്ടിയുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് തോന്നുന്നുണ്ട്. മീൻസ് എൻ്റെ വായൊന്നും തുറക്കണില്ല അവരെ. ഇന്ന് സൺഡേ ആയതുകൊണ്ടോ ഗൈസ് മിക്ക കടകളും അടച്ചു കിടക്കുക. ഇവിടെയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അടിപൊളി റെസ്റ്റോറൻ്റ് കേട്ടോ. പിന്നെ അവിടെ ഷാർമ കടയുണ്ട്, കുഴപ്പമില്ല കേട്ടോ, അടിപൊളി ഷാർമ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഞാൻ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന കട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്, ബർഗർ ബി. ഇവിടുത്തെ ബർഗർ ഗൈസ് അടിപൊളി ബർഗർ. എത്ര 4.5 പൗണ്ടിന് എങ്ങാണ്ടും നമ്മുടെ എന്താ കൈയുടെ വലുപ്പത്തിനും കൂടുതലുള്ളൊരു ബർഗർ കിട്ടും. അടിപൊളി ബർഗർ കേട്ടോ. അവിടുത്തെ ബർഗർ കഴിക്കുവാണെങ്കിലും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. കാരണം അവിടെ എനിക്കറിയാവുന്ന 2 ബർഗേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇത് സുപ്രീം ബർഗറും പിന്നെ ഏതായിരുന്നു ഒരു ഡബിൾ സുപ്രീം ബർഗർ എന്ന് പറയുന്ന സാധനമുണ്ട്. സുപ്രീം ബർഗർ ഭയങ്കര വലുതാണ് കണ്ടോ ഗൈസ്. സംസാരിക്കാൻ ഭയങ്കര ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ വായ എനിക്ക് ഫുള്ളായിട്ട് തുറക്കണില്ല, ഐസ വേണ്ട. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സുപ്രീം ബർഗർ 5 പൗണ്ടാണ്. പക്ഷെ ഡബിൾ സുപ്രീം ബർഗർ
ഏഴ് സംതിങ് ഉണ്ട് വിത്ത് മീൽ ഇൻക്ലൂഡഡ്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുവാണെങ്കിൽ ഡബിൾ ബർഗർ എടുക്കേണ്ട ആവശ്യമില്ല. അല്ല സോറി, ഡബിൾ ബർഗർ എടുക്കുവാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആവശ്യമില്ല. അതും മാത്രമല്ല, സുപ്രീം ബർഗർ എടുക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആവശ്യമുണ്ടെന്ന്. കാരണം ആ ഒരു ബർഗർ തന്നെ നമ്മുടെ വയറ് നിറയ്ക്കും. അങ്ങനത്തെ ബർഗറാണ്, അടിപൊളി ബർഗറാണ്. അതുകൊണ്ട് ഞാൻ ഈ എൻ്റെ വായ തുറക്കണല്ലോ കേസ്. ഈ ഡബിൾ ബർഗർ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാറില്ല. കാരണം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആവശ്യം വന്നില്ല. ഇത് ഇവിടുത്തെ മാളാണ് കേസ്, ഐസായിരിക്കുകയല്ല. ഇവിടുത്തെ പാർക്കിംഗ് ലോട്ടൊക്കെ ഭയങ്കര ഐസാണ്. ലിഡിൽ എന്ന് വിളിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആസ്തയുണ്ട്. ലിഡിൽ ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് ആസ്തയും. അപ്പം നടന്നു പോകാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഈ കടയിൽ വരാം, അല്ലെങ്കിൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഈ കടയിലേക്ക് പോവാം. പിന്നെ അങ്ങ് അറ്റത്തൊരു കടയുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു അപ്പനാന്ന. അത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ മലയാളി ഫുഡൊക്കെ അടിപൊളി. ഈ ഇടിയപ്പം, പിന്നെ എന്തൊക്കെയാണ്, പുട്ട്, നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കണ അതേ സാധനം, നേരെ പറ അങ്ങനത്തെ സംഭവമൊക്കെ അവിടെ കിട്ടും കേട്ടോ. റോഡൊക്കെ കണ്ടില്ലേ ഗൈസ്, ചെളി പിടിച്ചോടാ. നല്ലപോലെ ഐസ് ഉണ്ട് കേട്ടോ. പിന്നെ കാലൊക്കെ ആണെങ്കിൽ അറിയത്തോലില്ല ഐസായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. അയ്യോ, ഇതും മറ്റേ നമ്മുടെ ട്രെയിൻ പാളം നമ്മുടെ ബ്രിഡ്ജാട്ടോ ഗൈസ്. ഞാൻ ട്രെയിനിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റേ ക്രൂ വരെ പോകാനായിട്ട്. അപ്പോൾ അവിടെ വരെ പോകാനായിട്ട് ഒരു 15 കൊണ്ടം കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ട്രെയിൻ പോകണ്ട. മെട്രോ ആണോ ട്രെയിനാണോ? എനിക്ക് പുറത്തുകൊണ്ട് ട്രെയിൻ പോലെ തോന്നുന്നു കേട്ടോ. മെട്രോ ആണ് ഡൗട്ട്. എൻ്റെ അച്ഛൻ പറയാനായിട്ട് മെട്രോ ആണ്, എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട് എന്താന്ന്. ട്രെയിൻ നോക്കിയപ്പോൾ കൂടുതൽ സംഭവം ഉണ്ടാവില്ല. എന്തായാലും വിളിക്കാൻ ഞാൻ മറന്നു പോയിട്ടാ. ഗൈസ്, ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നടക്കാൻ വയ്യ, ഐസായിരിക്കുക കാല്. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോകൾ പിന്നീടുണ്ടാവും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്യാൻ നോക്കുക. അയ്യോ, വെള്ളമാണ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കില്ല. എൻ്റെ കാല് വെള്ളമായി ഗൈസ്. ആ കാല ഷൂവിൻ്റെ അകത്ത്, അല്ല വെള്ള ഷൂവിൻ്റെ അകത്ത് ഇങ്ങോട്ട് ഒടുക്കത്തെ കിടപ്പ് ഗൈസ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കില്ല ഗൈസ്. അപ്പോൾ പിന്നീട് കാണാം ഗൈസ്.